പാർലമെന്റ് അതിക്രമ കേസിൽ മുഖ്യ ആസൂത്രകൻ ലളിത് ഝായെ ഉൾപ്പെടെ 9 പേരെയും പാർപ്പിച്ചിരുന്ന ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇത്. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിൻ്റെ ഓഫീസ്. അല്പം മുൻപാണ് ഇവിടെ നിന്നും മുഖ്യ ആസൂത്രകൻ ലളിത് ഝായെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയത്. അതിനുശേഷം അയാളെ നേരെ പട്ടേല ഹൗസ് കോടതിയിൽ കൊണ്ടുപോയി പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവും ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ഇന്നലെ തന്നെ കസ്റ്റഡിയിലായിട്ടുള്ള 4 പേർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് നിലവിൽ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ല് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവർക്ക് തമ്മിലുള്ള ബന്ധം അത് തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവരെ ഒരുമിച്ച് ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ പിടിയിലായിട്ടുള്ള മറ്റ് 2 പേർ, ഗുരുഗ്രാമിൽ നിന്ന് പിടിയിലായിട്ടുള്ള 2 പേർ, വിശാൽ ശർമ്മ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർക്ക് ഈ കേസിൽ നേരിട്ട് ബന്ധമില്ല, ഈ അതിക്രമത്തിൽ നേരിട്ട് ബന്ധമില്ല എന്നുള്ള കാര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ അവരെ സാക്ഷികളാക്കി വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നേക്കും. ഇതുവരെയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, മറിച്ച് അവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാജസ്ഥാനിൽ നിന്ന് പിടിയിലായ 2 പേർ, മഹേഷും കൈലാഷും, ഇവർക്ക് ഈ അതിക്രമത്തിൽ നേരിട്ട് പങ്കുണ്ട്. ഈ ലളിത് ഝായെ തെളിവുകൾ നശിപ്പിക്കാൻ ഉൾപ്പെടെ സഹായിച്ചവരാണ് ഈ 2 പേരും. അവരെ കൂടിയാണ് ഇന്ന് രാവിലെ ഡൽഹി പോലീസ് രാജസ്ഥാനിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. അവരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, അവരെയും വിശദമായി ചോദ്യം ചെയ്യും, അവരുടെയും കസ്റ്റഡി ആവശ്യപ്പെടും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നാളെയോ മറ്റന്നാളോ ഇവരെ എല്ലാവരും നേരിട്ട് ഈ അതിക്രമ കേസിൽ അകപ്പെട്ടിട്ടുള്ള എല്ലാവരെയും പാർലമെൻറ്റ് സമുച്ചയത്തിനകത്തേക്ക് കൊണ്ടുപോയി ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായ കാര്യങ്ങൾ, അതായത് എൻട്രി ഗേറ്റ് മുതൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും കൃത്യമായി പുനരാവിഷ്കരിച്ചുകൊണ്ട് അവിടെ നിന്നും തെളിവെടുപ്പ് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് പോലീസ് പോകുന്നത്. അതിനുശേഷമായിരിക്കും ഇവരുടെ സ്വദേശത്തേക്ക്, അതായത് കൊൽക്കത്ത, അതുപോലെ തന്നെ പൂനെ, ലക്നൗ, കൊടക് അല്ലെങ്കിൽ മൈസൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി കൂടി തെളിവെടുക്കുക. മാത്രമല്ല, നിലവിൽ ഇവരുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മറ്റ് 50 പേർ കൂടി സംശയത്തിൻ്റെ നിഴലിലാണ്, അവർ കൂടി നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ 6 സംഘങ്ങളായി തിരിഞ്ഞ് ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ രാജ്യവ്യാപകമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. അല്പം മുൻപ് ഇവിടെ ഈ ഓഫീസിലേക്ക് പിടിയിലായിട്ടുള്ള നീലത്തിൻ്റെ സഹോദരൻ എത്തിയിരുന്നു. സഹോദരനും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനോടൊപ്പമാണ് എത്തിയിരുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെയും ഈ പ്രതികളെ, പ്രത്യേകിച്ചും സഹോദരിയെ ഉൾപ്പെടെ കാണാൻ പോലീസ് സമ്മതിക്കുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം അഭിഭാഷകന് മനസ്സിലാവുള്ളൂ. മാത്രമല്ല, FIRൻ്റെ പകർപ്പോ അതല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടോ അടക്കമുള്ള കാര്യങ്ങളും ഇവർക്ക് കൈമാറുന്നില്ല എന്നുള്ള ആരോപണം കൂടിയാണ് നിലവിൽ സഹോദരനും അതുപോലെ തന്നെ അഭിഭാഷകനും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള റിപ്പോർട്ടിൻ്റെ കോപ്പികൾ ഉൾപ്പെടെ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കൂടി ഇവർ കടക്കുക.